ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് ഞാൻ ഇത്തിരി ബിസി ആയിരുന്നു. മാത്രമല്ല ഇന്നൊരു ബർത്ത്ഡേ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം വൈകിയത്. നമ്മൾ ഇന്നത്തെ വരെ നമുക്കിന്ന് കുറച്ച് റൈഡൊക്കെ പോയിട്ട് കുറച്ച് ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാക്കണം. അത് മാത്രമല്ല നമുക്കിന്ന് PvP കളിക്കാൻ പറ്റില്ല, കാരണം ഞാൻ പിന്നെ എൻ്റെ ഒരു ബുദ്ധ കളിച്ച് കാണിച്ചു തരാം ഗൈസ്. അതെല്ലാവർക്കും ഞാൻ കാണിച്ചു തരാൻ പ്രതീക്ഷിച്ചാണ്. നിങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇത് വൈഫൈ കുറവിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ടാ. ഞാൻ ഇങ്ങനെയാണ് ഗൈസ് ബുദ്ധൻ്റെ, ശരിക്കും പറഞ്ഞാൽ ഷിഫ്റ്റ് ബുദ്ധിയാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സോഡിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക, അത് നമ്മൾ എന്തായാലും എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്കെന്തായാലും റൈഡിൻ്റെ സ്ഥലത്ത് വെച്ച് കാണാം. ഹലോ ഗൈസ്, പിന്നെ നമ്മൾ വീണ്ടും അയ്യോ ഗൈസ് ലാഗ് അടിച്ചു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഗൈസ്. നമ്മളെന്തായാലും അവിടേക്ക് എത്താറായിട്ടുണ്ട്. നമുക്ക് ഹോട്ട് ആൻഡ് കോൾഡിൽ പോയി നമുക്ക് എന്തായാലും ഒരു പതുക്കെ ചെറിയ റൈഡ് സെലക്ട് ചെയ്യുക, അതാണ് നല്ലത്. അല്ലാണ്ട് വലിയ റൈഡ് സെലക്ട് ചെയ്തൊന്നും എന്നെക്കൊണ്ട് നടക്കില്ല. എനിക്കതിന് അത്ര ആയിട്ടില്ല. എന്നാലും നമുക്ക് നോക്കാം, പരിശ്രമിക്കാം. ഞാൻ എൻ്റെ വാളിനാണ് മിക്ക സ്റ്റാറ്റ്സും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ 3 മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ്. വാൾ എനിക്ക് എപ്പോഴേലും ആവശ്യം വന്നെടുക്കാനാണ്. അത് മാത്രമല്ല, വാളിന് നല്ല ഡാമേജും കയറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. കണ്ടോ, 275 ഇതാണ് രംഗോക്കുമാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കറൻ്റ്. നമുക്ക് എന്തായാലും അവിടെ എത്താറുണ്ട്. നമുക്ക് ഷിഫ്റ്റ് ബുദ്ധ ഒന്ന് ഓഫാക്കാം. ഇത് ബുദ്ധം വെച്ചുകൊണ്ട് നമുക്ക് അത് മാത്രമല്ല ഗൈസ്, നമ്മുടെ ഈ ഏറ്റവും നല്ല റേസ് ഏതാണെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്കറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട് ആക്കണമെങ്കിലും കമൻറ്റ് ചെയ്തോ, ഞാൻ ഫ്രണ്ട് ആക്കും. അല്ലെങ്കിൽ എനിക്ക് ഡിസ്കോഡ് തുടങ്ങാൻ എങ്ങനെ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഡിസ്കോഡ് തുടങ്ങും. അപ്പോൾ നമുക്ക് എന്തായാലും റൈഡിന് കാണാം ഗൈസ്. നമ്മളങ്ങനെ ചിപ്പ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും റൈഡ് ഹോസ്റ്റ് ചെയ്യാം. നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മളെ സഹായിക്കാൻ കൂട്ടുന്നുണ്ടെങ്കിൽ വേഗം വരിക, കാരണം എനിക്ക് ഫ്രണ്ട്സ് കുറവാണ്. നമുക്കെന്തായാലും ലോഡിങ് മാപ്പ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ബുദ്ധ ട്രാൻസ്ഫോം അല്ല ഷിഫ്റ്റ് ആക്കാം. ട്രാൻസ്ഫോം എന്നായിരുന്നു, അയ്യോ ഇത്രയ്ക്കും വേണ്ട, ഇത്ര മതി ഗൈസ്. നമുക്കെന്തായാലും ഈ റൈഡ് കഴിഞ്ഞാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കട്ടെ ഗൈസ്. നമ്മൾ എന്തായാലും ആ റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും 2000 സംതിങ് ഫ്രാഗ്മെൻറ്റ്സും കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു സീ ബീസ്റ്റ് കണ്ടിട്ട് പോകാം, അതാണ് നല്ലത്. സീ ബീസ്റ്റാണെങ്കിൽ പോയി കുറച്ച് പൈസ കിട്ടും, അത് വെച്ച് നമുക്ക് റോൾ ചെയ്യാം. നമുക്ക് എന്തായാലും സീ ബീസ്റ്റിനുള്ള ഗൈസ് ഇവിടെ ഒരു മീൻ പിടിക്കണൊക്കെ ഉണ്ടല്ലോ, അവനോട് നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഹായ്, നമുക്ക് എന്തായാലും അയച്ചു കൊടുക്കാം. ഹായ്, ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ എന്താ പറയുക, നമുക്കെന്നാൽ യു കം സീ ബീസ്റ്റിന് അടിച്ചു നോക്കാം. ഉണ്ട്, നമുക്കതായാലും ചോദിച്ചിട്ടുണ്ട്. അവന് വരുമോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ പണി എന്തായാലും ചെയ്തിട്ടുണ്ട്, ചോദിക്കുന്ന പരിപാടി നമ്മളെന്തായാലും ചെയ്തിട്ടുണ്ട്. അവൻ വരികയെങ്കിൽ അവൻ്റെ ലക്ക്. അയ്യോ, നമുക്ക് എന്തായാലും ഒരു ബോട്ട് വാങ്ങാം. നമുക്ക് നല്ല ബോട്ട് തന്നെ വാങ്ങണം. അപ്പോൾ നമുക്ക് എന്തായാലും ലെന്തർ വാങ്ങാം. സോറി, കീബോർഡിൻ്റെ പേരറിയാം. ലെന്തറൻ. നമുക്കെന്തായാലും ഈ ബോട്ടിൽ അവൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കെന്തായാലും പോവാം. ബുദ്ധനെ പേടിക്കാനൊന്നുമില്ല, ചാവില്ല അങ്ങനെ വേഗം. അയ്യോ അവൻ ഇടക്കിടക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കതിന് സ്പീഡിൽ വേഗം പോയേക്കാം. അഥവാ നിങ്ങൾക്ക് ഇനി CSB ഹണ്ട് തീരെ കിട്ടുന്നില്ല എന്ന് വെച്ചെങ്കിൽ നിങ്ങൾ റിമോട്ട് ഐലൻഡ് നിങ്ങൾക്കറിയാലോ, ആ റിമോട്ട് ഐലൻഡിൽ പോയി നിൽക്കാം. അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു SBN സ്പോൺ ആകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയം കൊണ്ട് മീൻ പിടിക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുക. ഇനി നമുക്ക് ക്രൂവിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ക്രൂ ചേരാം. ക്രൂ ചേരാൻ ആകെ ഒരു നിമിഷമല്ലോ 1 മില്യൺ മെയിൽ ബൗണ്ടി മാത്രം മതി. ഞാൻ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് പറയണമെങ്കിൽ കമൻറ്റ് പറയാം, കമൻറ്റ് ഉണക്കണം. ഞാൻ മറക്കുന്നുണ്ട് കൈസ്, ചെറുതായിട്ടൊക്കെ മറന്നു. ചില സമയത്തേക്ക് എനിക്ക് മനസ്സിലാവില്ല വേഗം, അതുകൊണ്ടാണ്. നല്ലതാ, ഇതാണ് നമ്മളെ ക്രൂ. അപ്പോൾ എല്ലാവരും ക്രൂ കയറുക. നമുക്കെന്തായാലും SB എത്തിയിട്ട് കാണാം ഗൈസ്. അതിലൊരു പൊട്ടത്തരം പറ്റി, അവൻ ലീവ് അടിച്ച് പോയി. നമ്മൾ ഒറ്റയ്ക്കാണ് SB ഹണ്ടിന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ബുദ്ധി കൊണ്ട് കാര്യമില്ല, നമ്മൾ പവർ യൂസ് ചെയ്തുകൊണ്ടാണ് SBനെ കൊല്ലേണ്ടതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷേ SBനെ കൊല്ലാൻ എൻ്റെ പവർ മതിയാവുമോ എന്നെനിക്കറിയില്ല. എന്തായാലും നമുക്ക്
എസ് ബി എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വേറെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ്. പിന്നെ രംഗോക്ക് കൊടുക്കാത്ത നിങ്ങളുടെ ചങ്കുകളുണ്ടെങ്കിൽ ആ ചങ്കിനോടെ മെൻഷൻ ചെയ്തോളൂ, ഞാൻ ആ ചങ്കിനെ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ ഈ റാബിറ്റ് റൈസ് ഗുഡാണോ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ പറയണം, എനിക്കറിയില്ല. പിന്നെ നിങ്ങൾക്ക് നല്ല ഫ്രൂട്ട് എനിക്ക് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നോ, ഞാൻ വാങ്ങാം, വേറെ പ്രശ്നമൊന്നുമില്ല ഗൈസ്. ഒരു എസ് ബി ആണ് സ്പോണുണ്ട്, നമുക്ക് പിന്നെ എന്തായാലും അടിച്ചങ്ങ് കൊല്ലാം ഗൈസ്. അടിച്ചു കൊല്ലാൻ വേണ്ടി നമുക്ക് പവേഴ്സ് യൂസ് ചെയ്യാം, പവേഴ്സ് വെച്ച് സ്പാം ചെയ്യാം, അല്ലാണ്ട് നമുക്ക് മറ്റേത് വെച്ച് നടക്കില്ല. എനിക്ക് ഇത് ഇവന്മാരെ കൊല്ലാൻ എളുപ്പമൊന്നുമില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഈ പവർ ഉപയോഗിച്ച് തന്നെ അവനെ കൊല്ലണം, അതാണ് പാട് ഗൈസ്. നമുക്ക് കുറച്ച് ഒഴിഞ്ഞു മാറി കളിക്കാം. ഫസ്റ്റ് തന്നെ ഇൻസ്ട്രിക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വെറുതെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇൻസ്ട്രിക്റ്റ് ഇടാഞ്ഞ്. ഇപ്പോൾ മനസ്സിലായി അതിൻ്റെ പ്രതികാരം. അവൻ നല്ല അടിക്കുന്നുണ്ട്, അവൻ്റെ ശബ്ദമാണ് നമുക്ക് പകുതി മുക്കാലും, അതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ടാണ് കളിക്കുന്നത് ഗൈസ്. അവൻ വെള്ളം ചീറ്റുന്നു, ഇവെന്താ തീവണ്ടിയോ വെള്ളം ചീറ്റി കളിക്കാൻ. വേം കൊല്ല്, ചാവ് ചാവ് ചാവ്, അയ്യോ ചാത്തേ എന്നെ കൊല്ലുന്നോടാ. ഇവനെ M1 ഏൽക്കില്ല, അതാണ് ഏറ്റവും വലിയ പാട്. ഇവനെ M1 നമുക്ക് ഇവനെ എന്തായാലും നോക്കട്ടെ, കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. കൊല്ലാൻ പറ്റുന്ന എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. 2000 HP ആയി എനിക്കിപ്പോൾ തന്നെ, ഇപ്പോൾ 1000 ആയി, നന്നായി കുറഞ്ഞ വെൻറ്റിന്. ഇവൻ നല്ല അടിക്കുന്നുണ്ട്, ഒരു ഗ്യാപ്പ് തരുന്നില്ല, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഗൈസ്. നമ്മളെന്തായാലും CB സ്റ്റാൻഡ് പറ്റില്ല, നമുക്ക് ലൈറ്റൊക്കെ വേണം CB സ്റ്റാൻഡ് ചെയ്യാൻ. എന്തായാലും നമ്മളെ കൊണ്ട് CB സ്റ്റാൻഡ് പറ്റില്ല, അതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആയിപ്പോയി. അത്രയ്ക്ക് നമ്മളെത്തിയിട്ട് CB സ്റ്റാൻഡ് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു മാതിരി ഇതായിപ്പോയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കഫേ പോവാം. ഇതിന് ഫിസ്റ്റ് ഓഫ് ഡാർക്ക്നെസ് കിട്ടുമോ? ഇല്ല ഗൈസ്, പൈസ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഞാൻ ഫിസ്റ്റ് ഓഫ് ഡാർക്ക്നെസ്സിന് ഒരു വട്ടം കൊന്നിട്ടുണ്ടായിരുന്നു. ഇവൻ അടിക്കും, ഇവനൊന്നും നോക്കല്ല ഗൈസ്. ഇവനങ്ങ് പൂശാം, തേടിച്ചില്ല അവനോട് അവൻ്റെ കളി. അയ്യോ അവിടെ അവൻ്റെ നല്ല അടിയുണ്ടോ ഗൈസ്. നമുക്ക് പിന്നെ ഇത് HP മാത്രമാണ് കേട്ടോ, HP മറ്റേ ഗൺ നല്ല പവർ കൊടുക്കണം. ഈ 3 എണ്ണം വേണ്ടായിരുന്നു. ഇവനെന്തായാലും കൊല്ലണം, ഇവനോട് ജീവിച്ചിരിക്കാൻ പാടില്ല. ഓക്കെ, എന്തായാലും അടി കിട്ടുന്നുണ്ട് നന്നായിട്ട്. എവിടെ അവൻ്റെ അടി അവൻ ഒഴിഞ്ഞു പറഞ്ഞു. ആ ഗൈസ് അവൻ്റെ കൈ കിട്ടി, അയ്യോ പോയി. അവനും ബുദ്ധിയാണല്ലേ, സാരല്ല ബുദ്ധി കൊന്നു ഗൈസ്, കൊന്നു, അത്രക്കുള്ളൂ, സിമ്പിൾ. നമുക്ക് എന്തായാലും പോയി സ്റ്റാറ്റ്സ് ഒന്ന് റീഫണ്ട് ചെയ്യാം, എന്നിട്ട് ആ 2 സാധനത്തേക്ക് മാത്രം കൊടുക്കാം, അതന്നെ നല്ലത്. സോഡ്സ് ഇപ്പോഴേക്ക് സോഡ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ്, എന്നാലും ഞാൻ മറ്റേ ഇത് 300 മാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്നാലും ഇനി സോഡ് മാറ്റാം, സോഡിലിരുന്നിട്ടും വലിയ ഉപകാരമൊന്നുമില്ല. അയ്യോ ഗൈസ് വഴി എത്തി, ഈ വഴിയായിരുന്നു പോകേണ്ടത്. നമുക്ക് നല്ല HP ഇതൊക്കെ വേണം, അതുകൊണ്ട് ഞാൻ പോയി ഒന്ന് റീഫണ്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്, നമുക്ക് ഇനി എന്തായാലും സ്റ്റാറ്റ്സ് റീഫണ്ട് ചെയ്യാം. ഓ ഗൈസ് 2500 ഫ്രാഗ്മെൻറ്റ്സ് ഡീലാണ്. നമുക്ക് നമ്മൾ സ്റ്റാറ്റ്സ് റീഫണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 4000 സംതിങ് സ്റ്റാറ്റ്സ് ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇത് കൊടുത്തേക്കാം ഗൈസ്. നമ്മളങ്ങനെ സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാറ്റ്സ് ആണിപ്പോൾ ഒരു ഇതിന് 2332 സ്റ്റാറ്റ്സാണ് നമ്മുടെ ഫൈറ്റിംഗ് സ്റ്റൈലിനും നമ്മുടെ ഇതിനും വേണ്ടി കൊടുത്തിരിക്കുന്നത്. 12000 HP ഒക്കെ ഉണ്ട് നമ്മുടെ ഇതിൽ ഗൈസ്. നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കിട്ടിയത് എല്ലാം അങ്ങ് ചെയ്ത് പ്ലീസ്.